ന്യൂസിലാൻഡിൽ നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ട്രേഡർ രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും റീസെൻ്റ് ആയിട്ട് വന്ന കോർട്ടിൻ്റെ റൂളിംഗ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ന്യൂസിലാൻഡിൽ നമ്മൾ ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, നമുക്ക് 12 മന്ത്സ് പീരീഡിൽ 6 വാഹനങ്ങൾ വരെ മോട്ടോർ വെഹിക്കിൾ ട്രേഡർ രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുമെന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അതിലെല്ലാ കണ്ടീഷനും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നില്ല. പക്ഷെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് പ്രൈമറി പർപ്പസ് ഒരു ഗെയിനിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ആവശ്യമായി വന്നേക്കാം. ഇനി റീസെൻ്റ് ആയിട്ടുള്ള കോർട്ടിൻ്റെ റൂളിംഗ് പറയുന്നത്, നമ്മൾ ഓൺലൈനിൽ വാഹനങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ, അതായത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലോ അല്ലെങ്കിൽ ട്രേഡ് മീലോ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു സെയിലായിട്ട് തന്നെയാണ് കൗണ്ട് ചെയ്യുന്നത് എന്നാണ്. നേരത്തെ ചിലരെങ്കിലും വിചാരിച്ച് കാണും, നമ്മൾ ഓൺലൈനിൽ വാഹനങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു, പക്ഷേ ആ ഒരു വാഹനം വിറ്റുപോയില്ലെങ്കിൽ, സോൾഡ് ആയില്ലെങ്കിൽ അതൊരു സെയിലായിട്ട് കൺസിഡർ ചെയ്യില്ലല്ലോ എന്ന്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഈ പറഞ്ഞ എക്സ്ക്യൂസ് ഒന്നും ഇനി പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ബഹുമാനപ്പെട്ട കോടതിയുടെ റൂളിംഗ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, നമ്മളൊരു വാഹനം ഓൺലൈനിൽ സെയിൽ ചെയ്യാൻ വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു സെയിലായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക എന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ ന്യൂസിലാൻഡിൽ മോട്ടോർ വെഹിക്കിൾ ട്രേഡർ രജിസ്ട്രേഷൻ കൂടാതെ പ്രൈവറ്റായിട്ട് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, മോട്ടോർ വെഹിക്കിൾ ട്രേഡറിൻ്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ മോട്ടോർ വെഹിക്കിൾ ട്രേഡറിൻ്റെ രജിസ്ട്രേഷനെ പറ്റി ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും.